നേതാക്കൾക്കെതിരെ ആരോപണവുമായി എൻ.എം. വിജയന്റെ കുടുംബം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. കോൺഗ്രസ് നേതാക്കൾ തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആരോപണവുമായി ആത്മഹത്യ ചെയ്ത വയനാട് മുൻ DCC ട്രഷറർ എൻ.എം. വിജയന്റെ കുടുംബം. സംരക്ഷണം ഏറ്റെടുത്ത പ്രിയങ്ക ഗാന്ധി കാണാൻ പോലും അവസരം നൽകുന്നില്ല. പണം കൊടുക്കാനുള്ളവർ നിരന്തരം വീട്ടിലെത്തുന്നു. നിലവിൽ തെരുവിൽ അലയേണ്ട അവസ്ഥയെന്നും കുടുംബം. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആയിരിക്കുമെന്നും കുടുംബം. വനം വകുപ്പിനെ വട്ടം കറക്കി ചീരാലിലെ പുലി കാണാമറയത്ത് തന്നെ. പ്രദേശത്ത് കൂട് സ്ഥാപിച്ചെങ്കിലും പുലി കൂട്ടിലകപ്പെട്ടില്ല. ക്യാമറകളിലും പുലിയുടെ ചിത്രങ്ങൾ പതിഞ്ഞില്ല. നാട്ടുകാർ ഭീതിയിൽ. ആയുർവേദ സ്പാ എന്ന പേരിൽ നടക്കുന്ന അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനം. ആയുർവേദത്തിന്റെ പേര് ദുരുപയോഗപ്പെടുത്തി നടക്കുന്നത് അനാശാസ്യ പ്രവർത്തനം. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമെന്നും സമ്മേളനം. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷ നീറ്റ് UG കർശന സുരക്ഷയിൽ നടന്നു. ഇത്തവണ കൂടുതൽ നിയന്ത്രണങ്ങൾ പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ. ജില്ലയിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 2300 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. വിശദമായ വാർത്തകളിലേക്ക്. ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ എൻ.എം. വിജയന്റെ കുടുംബത്തിന് പ്രിയങ്ക ഗാന്ധിയെ കാണാനായില്ല. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച് എൻ.എം. വിജയന്റെ കുടുംബം. നേതാക്കൾ നൽകിയ ഉറപ്പ് പാലിക്കാൻ 10 ദിവസം കൂടി സമയം നൽകുമെന്നും അല്ലാത്തപക്ഷം കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാവുമെന്നും കുടുംബം. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി സ്ഥലം MLA IC ബാലകൃഷ്ണൻ ആയിരിക്കുമെന്നും വിജയന്റെ മരുമകൾ പത്മജ. സുൽത്താൻ ബത്തേരി ഗജയിൽ പ്രിയങ്ക ഗാന്ധി എത്തുമെന്നറിഞ്ഞാണ് ആത്മഹത്യ ചെയ്ത എൻ.എം. വിജയന്റെ മകനും മരുമകളും എത്തിയത്. പ്രിയങ്ക ഗാന്ധി MPയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനും നിവേദനം നൽകാനുമായിരുന്നു ഇവരുടെ തീരുമാനം. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിട്ട് കാണുന്നതിനുള്ള തടസ്സം ബോധ്യപ്പെടുത്തി നിവേദനം നൽകാനുള്ള സൗകര്യം ഒരുക്കാമെന്നറിയിച്ച് പത്മജയെ ഗജ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചു. പിന്നീട് പ്രിയങ്ക ഗാന്ധി എത്തി ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ഇതോടെയാണ് രൂക്ഷമായ ആരോപണങ്ങളുമായി എൻ.എം. വിജയന്റെ മകൻ വിജേഷും മരുമകൾ പത്മജയും മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത്. ഡെയിലി അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. സംസാരിക്കുമ്പോഴൊക്കെ അത് ഇല്ല എന്ന് അവർക്ക് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പക്ഷേ പറയുന്ന കാര്യത്തിലൊരു ക്ലാരിറ്റി വരുന്നില്ല. പക്ഷേ ഇതൊന്നും നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഈ കൊടുക്കേണ്ട ആൾക്കാരും ഈ ബാങ്കുകാരടക്കം നമ്മളെങ്ങനെ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്വർണം ഒരു ഇതിൽ കിടക്കുകയാണ്. പണയം വെച്ച സാധനമായിരുന്നു. അതിപ്പം അതിൻ്റെ പീരീഡ് കഴിഞ്ഞ് ഇനി അത് ജപ്തിയിലേക്ക് മാറി. എന്നിട്ട് അവരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും ഞങ്ങൾക്കൊരു വ്യക്തതയില്ല. എൻ.എം. വിജയന്റെ മരണത്തിനു ശേഷം വീട്ടിലെത്തിയ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വിജയന്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നതായും എന്നാൽ 10 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ നൽകിയതെന്നും കുടുംബം ആരോപിക്കുന്നു. ഡേറ്റ് എനിക്ക് അറിയണം. ചെയ്തു തരാൻ പറ്റില്ല എങ്കിൽ ചെയ്തു തരാൻ പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നോ, അങ്ങനെ അവർ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എൻ.എം. വിജയൻ എന്ന് പറഞ്ഞ ആൾ മരിച്ചത് ഇതുകൊണ്ടല്ല. അദ്ദേഹം എഴുതി വെച്ച കത്ത് ആദ്യം ഇവർ പറഞ്ഞല്ലോ, എഴുതി വെച്ച കത്ത് മൊത്തം വ്യാജാണെന്ന് പറഞ്ഞല്ലോ. അതേ നിലപാട് തന്നെയായിരിക്കും അവർ. കാരണം നമ്മളെ വീട്ടിലേക്ക് അവർ വന്ന് തന്ന ഉറപ്പാണ് അതല്ല. നിങ്ങളെല്ലാവരും കണ്ടതാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് എത്ര ദിവസം കാക്കുന്നത്? ഞങ്ങളൊരു 10 ദിവസം അവർ വെയിറ്റ് ചെയ്യും. 10 ദിവസം അവർ ഒരു നിലപാടുമില്ല, ഇങ്ങനെ നമ്മളെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സകല സാധനം വിറ്റിട്ടാണെങ്കിലും കടം ഞങ്ങൾ വിൽക്കും. കടം വീട്ടാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. സകലതും വിറ്റിട്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നുള്ളത് ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ നിങ്ങൾ മീഡിയനെ സാക്ഷി നിർത്തിയിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സ്ഥലം MLA IC ബാലകൃഷ്ണൻ മാത്രമാണ് ഉത്തരവാദി. പ്രശ്നപരിഹാരത്തിന് 10 ദിവസം കൂടി നൽകും. അല്ലെങ്കിൽ ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തും. നിലവിൽ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി സ്ഥലം MLA IC ബാലകൃഷ്ണനായിരിക്കുമെന്നും കുടുംബം പറഞ്ഞു. മലനാട് ന്യൂസ്, ബത്തേരി.
കാശ്മീർ പഹൽഗാം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും അത് നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രിയങ്ക ഗാന്ധി MP. സുൽത്താൻ ബത്തേരിയിൽ വയനാട് വന്യജീവി സങ്കേതത്തിന് അനുവദിച്ച ആനിമൽ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. With whatever action the government decides to take, and we hope that they take action. We have said that in our resolution. വനംവകുപ്പിനെയും നാട്ടുകാരെയും വട്ടം കറക്കുന്ന ചീരാലിലെ പുലി കാണാമറയത്ത് തന്നെ. കൂടും ക്യാമറകളും സ്ഥാപിച്ചിട്ടും പുലി കൂട്ടിൽ കുടുങ്ങുകയോ ക്യാമറയിൽ പതിയുകയോ ചെയ്തിട്ടില്ല. ഇതിനിടെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 3 വളർത്തുമൃഗങ്ങളെ കൊന്ന പുലി 2 ആടുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇതോടെ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ചീരാലിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ കഴിയാത്തത് വനം വകുപ്പിന് തലവേദനയാവുകയാണ്. ഈ കാലയളവിൽ 3 വളർത്തുമൃഗങ്ങളെയാണ് പുലി കൊന്നത്. ഇതിനിടെ 2 ആടുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പുലിയെ പിടികൂടുന്നതിനായി പ്രദേശത്ത് കൂട് സ്ഥാപിച്ചെങ്കിലും പുലി ഇതുവരെ കൂട്ടിൽ അകപ്പെട്ടിട്ടില്ല. കൂടാതെ പ്രദേശത്ത് പുലിയെ നിരീക്ഷിക്കാൻ സ്ഥാപിച്ച ക്യാമറകളിലും പുലിയുടെ ചിത്രം പതിഞ്ഞിട്ടില്ല. ജനങ്ങൾ ഇവിടെ കാർഷിക ഉപാധിയായിട്ട് പശു വളർത്തലും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ചീരാലൂർ. ഇവിടെ ജനങ്ങൾക്ക് ഉള്ള ആശങ്ക അകറ്റാൻ വനംവകുപ്പ് തയ്യാറാകണം. ഇനി ഇവിടെ ആക്ഷൻ കമ്മിറ്റി നിലവിലുണ്ട്. ഇനി വനംവകുപ്പിൻ്റെ ഉദാസീനത തുടരുകയാണെങ്കിൽ മറ്റ് മാർഗങ്ങൾ സമരങ്ങളുടെ ഇതൊക്കെ മാറ്റി മറ്റ് സമരങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. അത് വനംവകുപ്പ് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ആവശ്യമായ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏപ്രിൽ 21-ന് ചീരാൽ വെള്ളച്ചാൽ റെജിനയുടെ പശുക്കിടാവിനെയാണ് പുലി ആദ്യം കൊലപ്പെടുത്തിയത്. പിന്നീട് ഏപ്രിൽ 24-ന് നമ്പ്യാർകുന്ന് ആർത്തവയൽ കിളിയാമ്പാറ ജോയിയുടെ ഗർഭിണിയായ ആടിനെയും പുലി ആക്രമിച്ചു കൊന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ചീരാൽ മൂരിക്കിലാടി ചേക്കാമ്പാളി കൃഷ്ണൻ, ദിവാകരൻ എന്നിവരുടെ 2 ആടുകളെ പുലി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. അവസാനം കഴിഞ്ഞ ദിവസം ചീരാൽ കരിങ്കാളിക്കുന്ന് തൊമരിമാട് രാജേഷിന്റെ മൂരിക്കുട്ടനെയും പുലി കൊന്നു ഭക്ഷിച്ചു. ഇതോടെ വനം വകുപ്പിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധവും ശക്തമായിരിക്കുകയാണ്. ഇനിയൊരു ആക്രമണം കൂടി ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധം വനം വകുപ്പ് നേരിടേണ്ടി വരുമെന്നാണ് നാട്ടുകാർ നൽകുന്ന മുന്നറിയിപ്പ്. മലനാട് ന്യൂസ്, ബത്തേരി. പുലിയടക്കമുള്ള വന്യമൃഗശല്യം രൂക്ഷമായ ചീരാൽ മേഖലയെ മുത്തങ്ങ റേഞ്ച് പരിധിയിലേക്ക് തന്നെ തിരികെ ചേർക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ സൗത്ത് വയനാട് ഡിവിഷനിൽപ്പെടുന്ന മേപ്പാടി റേഞ്ചിനാണ് ചീരാൽ മേഖല വരുന്നത്. എന്തെങ്കിലും സംഭവമുണ്ടായാൽ 40 കിലോമീറ്റർ ദൂരെയുള്ള മേപ്പാടിയിൽ നിന്ന് വനപാലകർ എത്തേണ്ട അവസ്ഥയാണ്. 1 വർഷം മുമ്പാണ് മുത്തങ്ങ പരിധിയിലായിരുന്ന ചീരാൽ മേഖലയെ മേപ്പാടി റേഞ്ചിലേക്ക് മാറ്റിയത്. നിരന്തരമായി കടുവ, പുലി, കാട്ടാന എന്നിവയുടെ ആക്രമണമുണ്ടാകുന്ന ചീരാൽ, നമ്പ്യാർകുന്ന്, കുടുക്കി ഉൾപ്പെടുന്ന മേഖലയെ 1 വർഷം മുൻപാണ് മുത്തങ്ങ റേഞ്ച് പരിധിയിൽ നിന്ന് മാറ്റി മേപ്പാടി റേഞ്ചിലാക്കിയത്. ഇതോടെ ഇവിടെ വന്യമൃഗ ആക്രമണമുണ്ടായാൽ 40 കിലോമീറ്റർ ദൂരെ നിന്ന് വനപാലകർ എത്തുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഇത് ഇവിടെയുള്ള ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 1 വർഷം മുൻപ് വരെ എന്തെങ്കിലും അത്യാഹിതമോ ആക്രമണമോ സംഭവിച്ചാൽ 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള പഴൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വനപാലകർ എത്തിയിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ 40 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വനപാലകർ എത്തേണ്ടത്. ഇത് കർഷകരും വനപാലകരും തമ്മിൽ വാക്കേറ്റങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ഇവിടെ വളർന്നു വരുന്ന പ്രക്ഷോഭത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. പ്രക്ഷോഭം ഒരു കാരണവശാലും തടുക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഈ കർഷകരെ, ഈ നാടിനെ ദ്രോഹിക്കുന്ന ഈ തീരുമാനത്തിൽ പിന്മാറണമെന്നാണ്. മേപ്പാട് റേഞ്ചിലേക്ക് 40 കിലോമീറ്ററോളം ഇവിടുന്ന് സഞ്ചരിച്ചിട്ട് വേണം ഒരു വാഴ നഷ്ടപ്പെട്ടാൽ, ഒരു തെങ്ങ് നഷ്ടപ്പെട്ടാൽ, ഒരു കവുങ്ങ് നഷ്ടപ്പെട്ടാൽ ഒരു അപേക്ഷ കൊടുക്കാൻ 1000 രൂപേൻ്റെ നഷ്ടത്തിന് 2000 രൂപ വണ്ടിക്കൂലി കൊടുത്ത് പോകേണ്ട അവസ്ഥയിലേക്ക് ഈ നാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മുത്തങ്ങ റേഞ്ചിൻ്റെ പരിധിയിലുള്ള തോട്ടാമൂല സ്റ്റേഷൻ്റെ പരിധിയിലേക്ക് ഈ ചീരാൽ വില്ലേജിലെ പ്രദേശം വീഴത്തക്ക വിധത്തിലേക്കുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഇല്ലാതാക്കാനാണ് ഇത്തരമൊരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും പ്രദേശത്തെ മുഴുവൻ റേഞ്ച് പരിധിയിലേക്ക് തന്നെ മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. മലനാട് ന്യൂസ്, ബത്തേരി. ആയുർവേദ സ്പാ എന്ന പേരിൽ നടക്കുന്ന അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനം. ആയുർവേദത്തിന്റെ പേര് ദുരുപയോഗപ്പെടുത്തിയാണ് അനാശാസ്യ പ്രവർത്തനങ്ങൾ വരെ നടന്നുവരുന്നത്. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. മലനാട് ചാനൽ സബ് എഡിറ്ററും ആയുരാരോഗ്യം പരിപാടിയുടെ കോർഡിനേറ്ററുമായ സുമി മധുവിനെ സമ്മേളനത്തിൽ ആദരിച്ചു. കൽപ്പറ്റ മസ്റൈൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ സമ്മേളനം നടന്നത്. ആയുർവേദ ചികിത്സാ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. ടൂറിസം മേഖലയിൽ ആയുർവേദത്തിന്റെ പേരിൽ നടക്കുന്ന
അനധികൃത സ്പാ സെന്ററുകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്തവരാണ് ആയുർവേദ ചികിത്സ എന്ന പേരിൽ പ്രവർത്തിക്കുന്നത്. സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്ന് ഡോക്ടർ റാസി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്വകാര്യത്തിൽ അവരുടെ എന്ത് ബിസിനസ് വേണമെങ്കിലും നടത്താം എന്നുള്ള രൂപത്തിലേക്ക് ആയുർവേദത്തിന്റെ പേര് മോശമാക്കുന്നുണ്ട്. നമ്മളുടെ 80-85% വരുന്ന ഡോക്ടർമാരും ലേഡി ഡോക്ടർമാരാണ്. അവരൊക്കെ സ്ഥാപനങ്ങൾ ആശുപത്രി നടത്തുമ്പോൾ അവർക്കുള്ള ഫോൺ കോൾ നിങ്ങൾ ആ കാര്യങ്ങളും കൂടെ നടത്തുന്നുണ്ടോ, ക്രോസ് മസാജ് നടത്തുന്നുണ്ടോ? ഒരു ലേഡി ഡോക്ടർ എങ്ങനെ സ്വതന്ത്രമായി, അല്ലെങ്കിൽ ഒരു മെയിൽ ഡോക്ടർ ആരും ആയിക്കോട്ടെ, എങ്ങനെ നടത്തും? ഗവൺമെന്റിൽ എന്ത് നടപടി എടുക്കാൻ കഴിയുന്നുണ്ട്? ഒരു ഡോക്ടർക്ക് സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യുന്നതിന് എന്ത് നടപടിയാണ് എടുക്കാൻ കഴിയുന്നത്? വിഷയം ഗൗരവത്തോടെ കാണേണ്ടതാണെന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ടി സിദ്ദിഖ് MLA പറഞ്ഞു. തീർച്ചയായും ഇവിടെ ഉയർത്തിയതായ ആശങ്കകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതും പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റ് ദീർഘമായ സംസാരത്തിൽ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവധാനതയോടുകൂടിയിട്ടുള്ള സമീപനം സ്വീകരിക്കും എന്നുള്ളത് കൂടെ പറഞ്ഞുകൊണ്ട് സമ്മേളനത്തിൽ മലനാട് ചാനൽ സബ് എഡിറ്റർ സുമി മധുവിനെ ആദരിച്ചു. മലനാട് ചാനൽ സംപ്രേഷണം ചെയ്തു വരുന്ന ആയുരാരോഗ്യം പരിപാടിയിലൂടെ ആയുർവേദത്തിന്റെ പ്രചാരണത്തിനായി നടത്തിവരുന്ന മികച്ച സംഭാവനയ്ക്കാണ് പുരസ്കാരം. മലനാട് ചാനലിന്റെ സ്ക്രീനിലൂടെ വയനാട്ടുകാർക്ക് സുപരിചിതമായ മുഖം നമ്മുടെ സ്വന്തം സുമി മധു അവർ. ഈ വർഷത്തെ ആയുരാരോഗ്യം പരിപാടിയിൽ ഉടനീളം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മലനാട് ചാനലിന്റെ സബ് എഡിറ്റർ കൂടിയായ പ്രിയപ്പെട്ട സുമി മധു അവറുകളെ വളരെ സ്നേഹത്തോടെ വയനാട് AMIയുടെ ആദരവ് ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് എനിക്ക് വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ പ്രോഗ്രാം തുടങ്ങുമ്പം എന്നോട് ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അതൊരു ആരോഗ്യ പരിപാടി ആയിരിക്കണം എന്ന് കൂടി പറഞ്ഞപ്പോൾ അത് തുടങ്ങുമ്പം എനിക്കും അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഷബീൽ ഡോക്ടറാണ് വരുന്നത്. അപ്പം ഡോക്ടർ ഞാനും ആ പ്രോഗ്രാം ചെയ്തപ്പോൾ അത്ര കംഫർട്ടായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. അതായിരുന്നു തുടക്കം. പിന്നെ ഞങ്ങൾ എല്ലാവരും വന്നു. ഇപ്പം സാധാരണ പ്രോഗ്രാമിന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പലരും എൻ്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കുകയാണ്. ഇതിപ്പോ ശരിക്കും ഞാനാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വിറയ്ക്കുന്നത്. പക്ഷെ എന്തായാലും വളരെ സന്തോഷം. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകണം. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പ്രിയ ജിൽസ്, ഡോക്ടർ മുഹമ്മദ് റാസി, ഡോക്ടർ ഷബീൽ ഇബ്രാഹിം, ഡോക്ടർ രോഹിത് ഭഗീരഥൻ തുടങ്ങിയവർ സംസാരിച്ചു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷയായ നീറ്റ് UG കർശന സുരക്ഷയിൽ നടന്നു. കഴിഞ്ഞ വർഷത്തെ നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ജില്ലയിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 2300 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷയായ നീറ്റ് UG കനത്ത സുരക്ഷയിലാണ് ഇത്തവണ നടന്നത്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷാ അട്ടിമറി കണക്കിലെടുത്താണ് ഇത്തവണ കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ദേഹപരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ചാണ് പരീക്ഷാ ഹാളിലേക്ക് കുട്ടികളെ കടത്തിവിട്ടത്. ഉച്ചയ്ക്ക് 1:30 വരെ മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് കുട്ടികളെ കടത്തിവിട്ടിരുന്നുള്ളൂ. അഡ്മിറ്റ് കാർഡും ഫോട്ടോ പതിച്ച ID കാർഡും ഉള്ളവരെ മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. രക്ഷിതാക്കൾ പരീക്ഷാ ഹാളിന് പുറത്ത് കാത്തുനിന്നു. വയനാട്ടിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ച ശേഷം നടക്കുന്ന 3ാമത്തെ പരീക്ഷയാണിത്. ജില്ലയിൽ തന്നെ സെന്റർ അനുവദിച്ചു കിട്ടിയത് ഏറെ സഹായകരമായതായി രക്ഷിതാക്കൾ പറയുന്നു. ചെറിയ ടെൻഷനുണ്ട്. കോച്ചിങ്ങിന് പോയിരുന്നു ഡോപ്പയില് കോഴിക്കോട്. സന്തോഷം. ജില്ലയിൽ 7 കേന്ദ്രങ്ങളിലായി 2300 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 500 നഗരങ്ങളിൽ 5453 കേന്ദ്രങ്ങളിലായി 22.7 ലക്ഷം കുട്ടികളാണ് ഇത്തവണ രാജ്യത്താകെ പരീക്ഷ എഴുതിയത്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഇന്നലെ മോക്ക് ഡ്രിൽ നടത്തി. ഭൂരിഭാഗം പരീക്ഷാ കേന്ദ്രങ്ങളും ഇക്കുറി സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. പരീക്ഷയിൽ ക്രമക്കേട് നടത്തുന്നവരെ 3 വർഷത്തേക്ക് ഡീബാർ ചെയ്യും. ഒപ്പം നിയമ നടപടിയും ഉണ്ടാകും. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഒരുക്കുന്നു ഞങ്ങൾ
Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി തുടിമേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. കഞ്ചാവും ചരസുമായി ബംഗാൾ സ്വദേശി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത സ്വദേശിയായ റാം പ്രസാദ് ദത്താണ് പിടിയിലായത്. മുത്തങ്ങ തകരപ്പാടിയിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാവുന്നത്. ബത്തേരി ഭാഗത്തേക്ക് കാറിൽ സഞ്ചരിച്ചു വന്ന ഇയാളെ പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് 5.51 ഗ്രാം ചരസും 3.16 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തത്. അശരണരെ ചേർത്ത് നിർത്തുന്ന പിണങ്ങോട് പീസ് വില്ലേജിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. പീസ് വില്ലേജിൽ പുതുതായി ആരംഭിക്കുന്ന സംരംഭങ്ങൾക്കായി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നന്മ നഷ്ടപ്പെട്ടു തുടങ്ങിയ കാലത്ത് പ്രതീക്ഷയാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു. പിണങ്ങോട് പീസ് വില്ലേജ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ക്ലിനിക്കൽ സേവനങ്ങൾ ഉൾപ്പെടുത്തി പുതുതായി 13 സംരംഭങ്ങൾ കൂടി പീസ് വില്ലേജിൽ ആരംഭിക്കുന്നത്. ഇതിനായി നിർമ്മിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. പീസ് വില്ലേജിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പറ്റുന്ന രീതിയിൽ നമുക്ക് അന്യരെ സഹായിക്കാൻ വേണ്ടി സാധിക്കണമെന്നുള്ള ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതിൻ്റെ പ്രയോജനം പലതരത്തിലുള്ള ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്ന എല്ലാവർക്കും ഭാവിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഇത് ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. തെരുവിലും വീടുകളിലും ഒറ്റപ്പെട്ടു പോയ മുതിർന്നവരുടെ പുനരധിവാസമായിരുന്നു ആദ്യ സംരംഭം. സ്പെഷ്യാലിറ്റി ഫിസിയോതെറാപ്പി ക്ലിനിക്ക്, ന്യൂറോ ഫിസിയോതെറാപ്പി റിഹാബിലിറ്റേഷൻ സെന്റർ, ഡയാലിസിസ് സെന്റർ, എക്സ്പീരിയൻസ് സെന്റർ, OP ക്ലിനിക്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഹോസ്പൈസ് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് പ്രവർത്തനം തുടങ്ങുന്നത്. പീസ് വില്ലേജ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ചെയർമാൻ MK മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. MLA-മാരായ T സിദ്ദിഖ്, KP മോഹനൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി കേരള അധ്യക്ഷൻ P മുജീബ് റഹ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മഴക്കാലം ആരംഭിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ മീൻ പിടിക്കാനുള്ള തണ്ടാടി നിർമ്മാണവും വിപണനവുമായി സജീവമായിരിക്കുകയാണ് വള്ളിയൂർക്കാവ് പുഴയോട് ചേർന്ന ഭാഗങ്ങൾ. കർണാടക ഹുൻസൂരിൽ നിന്നുള്ള ഒരുപറ്റം ആളുകളാണ് വല നെയ്ത് വിപണനം നടത്തി വള്ളിയൂർക്കാവ് പരിസരത്ത് ഉപജീവനം നേടുന്നത്. എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് മീൻ പിടിക്കാനുള്ള തണ്ടാടിയുമായി കർണാടക ഹുൻസൂരിൽ നിന്നും ഇവർ വയനാട്ടിലെത്തുക. പുഴയോട് ചേർന്ന ഭാഗങ്ങളിൽ മെയ് മാസം വരെ വല നിർമ്മാണവും വിപണനവുമായി ഇവരുണ്ടാകും. അതുവരെ പുഴയുടെ തീരത്ത് താൽക്കാലികവാസമൊരുക്കി കുടുംബത്തോടൊപ്പം ഇവർ കഴിച്ചുകൂട്ടും. പട്ടിണി അകറ്റാനുള്ള വരുമാനമെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ നെയ്തെടുക്കുന്ന വലകളിൽ ചിലതെല്ലാം പുഴയുടെ തീരത്ത് മീൻ പിടിക്കാനെത്തുന്നവർ വാങ്ങിക്കും. ബാക്കി വരുന്ന വലകൾ കടകളിൽ കൊണ്ടുപോയി വിൽക്കും. പാവപ്പെട്ടാണ് ഈ വല വയ്ക്കാൻ വന്നതാണ്. നമ്മൾ വർഷം വന്ന് പോവാണ്. 1 മാസം 2 മാസം ഇവിടെ നിന്ന് 3-4 മാസം നാട്ടിലുണ്ടാവും. ജീവിക്കാൻ വന്ന ആൾക്കാരാണ്. വർഷം 10 ദിവസമായി 1 മാസം 2 മാസം ഇവിടെ നിന്ന് ഉണ്ടാവും. ബാക്കിയൊക്കെ വേറെ പണിക്ക് പോകും. കൃഷി പണിക്ക് പോകും. നമ്മുടെ നാട്ടിലേക്ക് കൃഷി പണി പോകും. കണ്ണൂർ ജില്ലയിൽ പോകും. മീൻ പിടിക്കാനൊക്കെ പോകും. ഈ വർഷം 20ഓളം പേർ ഹുൻസൂരിൽ നിന്ന് വയനാടിന്റെയും കണ്ണൂരിന്റെയും വിവിധ ഭാഗങ്ങളിലുള്ള പുഴക്കരകളിൽ തമ്പടിച്ച് വല നെയ്ത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്.
മഴക്കാലം അടുക്കുന്നതോടെയാണ് ഇവർ നിർമ്മിക്കുന്ന തൻരാടികൾക്ക് ആവശ്യക്കാർ ഏറുന്നത്. 1 മീറ്റർ തൻരാടിക്ക് 30 മുതൽ 40 വരെ നിരക്കിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. വലകൾ തേടി ആവശ്യക്കാരെത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവർ. മലനാട് ന്യൂസ്, മാനന്തവാടി. ഒരിടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. 35 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി വാലുമൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ വിഷുവും ഈസ്റ്ററും വാലുമൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കൂ. അതിശയിപ്പിക്കുന്ന അടിപൊളി ഓഫറുകൾ സ്വന്തമാക്കൂ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 25,000 രൂപ ഡിസ്കൗണ്ട്. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. പഴയ സ്വർണത്തിന് ഗ്രാമിന് 50 രൂപ അധികം. ഈ ഓഫർ ഏപ്രിൽ 10 മുതൽ മെയ് 5 വരെ മാത്രം. അക്ഷയ തൃതീയ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. ആംപിൾ കാർ പാർക്കിംഗ് ഫെസിലിറ്റി. വാലുമൽ ജ്വല്ലറി, മെയിൻ റോഡ്, സുൽത്താൻ ബത്തേരി. ഡ്രൈനേജ് ഇല്ലാത്തതിനാൽ ശക്തമായ മഴയിൽ റോഡിലൂടെ പരന്നൊഴുകിയെത്തുന്ന വെള്ളം വ്യാപാരികൾക്കും വാഹന കാൽനട യാത്രക്കാർക്കും തീരാ ദുരിതമാകുന്നു. ബത്തേരി നഗരത്തിലെ ചുങ്കം കൈപ്പഞ്ചേരി റോഡിലൂടെയാണ് മഴവെള്ളം പരന്നൊഴുകി കച്ചവട സ്ഥാപനങ്ങളിലടക്കം കയറുന്നത്. ടൗണിലെ പ്രധാന റോഡ് കൂടിയായ ഇവിടെ ഡ്രൈനേജ് നിർമ്മിച്ച് ദുരിതം അകറ്റണമെന്നും ആവശ്യം. മഴ പെയ്യുമ്പോൾ സുൽത്താൻ ബത്തേരി ചുങ്കം കൈപ്പഞ്ചേരി റോഡിലെ കാഴ്ചയാണിത്. വെള്ളം റോഡിലൂടെ പരന്നൊഴുകുകയാണ്. ഡ്രൈനേജ് സംവിധാനം റോഡിന്റെ ഇരുഭാഗത്തും ഇല്ലാത്തതാണ് ഇതിന് കാരണം. താലൂക്ക് ആശുപത്രി, ചുങ്കം ബസ് സ്റ്റാൻഡ്, MLA ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന പ്രധാന റോഡ് കൂടിയാണിത്. കൂടാതെ രാജീവ് ഗാന്ധി മിനി ബൈപ്പാസുമായി ടൗണിനെ ബന്ധിപ്പിക്കുന്നതും ഈ പാതയാണ്. ശക്തമായ മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നതിനാൽ വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ട് നേരിടുകയാണ്. കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാനാകുന്നില്ല. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിന്റെ ബൈപ്പാസിലോട്ട് ലിങ്ക് ചെയ്യുന്ന റോഡാണ്. ഇതിന്റെ ഇരുവശങ്ങളിലും ഡ്രൈനേജോ കാര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഇതിലെ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ പരന്നൊഴുകുന്ന സാഹചര്യം. അത് വലിയൊരു അപകടം വരുന്ന സാഹചര്യമുണ്ട്. ഇതിന് വേണ്ട ഒരു നടപടി വേണ്ട ഭാഗത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രദേശവാസികളുടെ നിലയ്ക്ക് ഞങ്ങൾക്കും നല്ലൊരു കാര്യമായി തീരും. ഇത്തരത്തിൽ ഒഴുകിയെത്തുന്ന വെള്ളം ചുങ്കം ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുള്ള സ്ഥാപനത്തിലേക്കാണ് കയറുന്നത്. ഇത് വ്യാപാരികൾക്കും ബുദ്ധിമുട്ടാവുകയാണ്. അതിനാൽ മഴ പെയ്യുമ്പോഴേക്കും സ്ഥാപനങ്ങൾ അടയ്ക്കേണ്ട അവസ്ഥയിലാണ് കച്ചവടക്കാർ. ഡ്രൈനേജ് സംവിധാനം റോഡിനിരുവശത്തുമായി ഒരുക്കി ദുരിതമകറ്റണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. 50ഓളം മാവിനങ്ങൾ നട്ടുപിടിപ്പിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് പുൽപ്പള്ളിയിലെ ഹോമിയോ ഡോക്ടറായ KP ലൂക്കോസ്. ഒരു മാവിൽ 10ലധികം മാവിനങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറെ വിലപിടിപ്പുള്ള മിയാസാക്കി മാവും ഇവിടെയുണ്ട്. ടെറസിലും വ്യത്യസ്തമായ രീതിയിലാണ് മാവ് കൃഷി. ഹോമിയോ ഡോക്ടർ കൂടിയായ ലൂക്കോസിന്റെ കൃഷിയിടത്തിൽ നിരവധി മാവിനങ്ങളുണ്ട്. ഒപ്പം ടെറസിലും. എല്ലാം ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടവ. ഒരു വൃക്ഷത്തെ ഫലം തരാത്ത ഒന്നായി അവഗണിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റുക, സന്ദർശകരിൽ എനർജി പകരുന്ന ഊർജ്ജസ്വലരായ വൃക്ഷങ്ങളെ സൃഷ്ടിക്കുക എന്ന ശാസ്ത്രീയ രീതിയാണ് ഗ്രാഫ്റ്റിംഗ്. പ്രധാനമായിട്ട് ഞാൻ മാവുകളിലാണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഒരു 25ലധികം ഇവിടുത്തെ നാടൻ മാവുകളും വിദേശ മാവുകളും ഞാൻ കൃഷി ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അപൂർവമായിട്ടുള്ളത് മിയാസാക്കി, അതുപോലെ തന്നെ തായ്ലൻഡ് കാട്ടിമൂൺ, പിന്നെ ഈ ബനാന ക്യൂനെ, അതുപോലെ തന്നെ ഈ നാടൻ വെറൈറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കല്ലുകെട്ടി, കോട്ടൂർ കോണം, പിന്നെ ഉള്ളത് ഇങ്ങനെ ഒരു 10-25ലധികം ഉണ്ട്. ബദാമി തുടങ്ങിയിരിക്കുന്നതും, പിന്നെ നമ്മൾ നാടൻ മാങ്ങകളായിരിക്കുന്ന ചക്രക്കുട്ടി, ചന്ദ്രക്കാരൻ, ബെന്നറ്റ് അൽഫോൻസ. ഒരു തരത്തിൽ വൈവിധ്യത്തെ ഒരു അമ്മച്ചുവടിൽ ചേർത്ത് വെച്ച് വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണിത്. എന്നാൽ അതൊരു പാഷനായി തൻ്റെ സ്നേഹവും ഇഷ്ടവും ചേർത്ത് വെച്ച് ഒട്ടിച്ച് ചെറുനാമ്പുകൾ മുളയെടുക്കുന്നത് നോക്കി കാത്തിരിക്കുന്ന പ്രതീക്ഷാ മനോഭാവത്തിൻ്റെ പ്രസന്ന ഭാവമാണ് ഈ ഗ്രാഫ്റ്റ്സ്മാൻ. 50ഓളം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മാവുകൾ കൃഷിയിടത്തിൽ വളർന്നു നിൽക്കുന്നു.
പുൽപ്പള്ളി ടൗണിനടുത്ത ചേടാറ്റിൻകാവിനരികിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ടൗണിൽ വർഷങ്ങളായി ഹോമിയോ ക്ലിനിക് നടത്തിവരികയാണ് മാവുകളുടെ ഈ സംരക്ഷകൻ. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. നാടിന്റെ നോവായി മെഹർബാന്റെ അകാല വിയോഗം. കാക്കവേൽ നെടുമ്പറമ്പിൽ മെഹർബാൻ ഇന്നലെ ഉച്ചയോടെയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. 38 വയസ്സായിരുന്നു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫിസിക്കൽ ട്രെയിനറായി പ്രവർത്തിച്ചു വന്നിരുന്ന മെഹർബാൻ സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ വനിതാ സ്പോർട്സ് സ്റ്റാർട്ടർ കൂടിയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ സുൽത്താൻ ബത്തേരി മൂലങ്കാവിലെ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ട്രെയിനിംഗ് നൽകുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CPI മീനങ്ങാടി ലോക്കൽ സെക്രട്ടറി N. ഹാരിസ് ആണ് ഭർത്താവ്. അഹമ്മദ് ജുമാൻ ഏക മകനാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് നേതാക്കൾ തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആരോപണവുമായി ആത്മഹത്യ ചെയ്ത വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ കുടുംബം. സംരക്ഷണം ഏറ്റെടുത്ത പ്രിയങ്ക ഗാന്ധി കാണാൻ പോലും അവസരം നൽകുന്നില്ല. പണം കൊടുക്കാനുള്ളവർ നിരന്തരം വീട്ടിലെത്തുന്നു. നിലവിൽ തെരുവിൽ അലയേണ്ട അവസ്ഥയെന്നും കുടുംബം. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആയിരിക്കുമെന്നും കുടുംബം. വനം വകുപ്പിനെ വട്ടം കറക്കി ചീരാലിലെ പുലി കാണാമറയത്ത് തന്നെ. പ്രദേശത്ത് കൂട് സ്ഥാപിച്ചെങ്കിലും പുലി കൂട്ടിലകപ്പെട്ടില്ല. ക്യാമറകളിലും പുലിയുടെ ചിത്രങ്ങൾ പതിഞ്ഞില്ല. നാട്ടുകാർ ഭീതിയിൽ. ആയുർവേദ സ്പാ എന്ന പേരിൽ നടക്കുന്ന അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനം. ആയുർവേദത്തിന്റെ പേര് ദുരുപയോഗപ്പെടുത്തി നടക്കുന്നത് അനാശാസ്യ പ്രവർത്തനം. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമെന്നും സമ്മേളനം. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷ നീറ്റ് UG കർശന സുരക്ഷയിൽ നടന്നു. ഇത്തവണ കൂടുതൽ നിയന്ത്രണങ്ങൾ പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ. ജില്ലയിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 2300 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ സുമി മധു ചേരും. നമസ്കാരം.